ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം പ്രവർത്തകരുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ പ്രതികളായ 7 സിപിഎം പ്രവർത്തകരാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്ത് 60 ദിവസമായി, ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ ജാമ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ കൂട്ടത്തോടെ ഹൈക്കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ മറുവശത്ത് അന്വേഷണ സംഘത്തോടൊപ്പം തന്നെ ഇഡിയും ശക്തമായി തന്നെ കക്ഷി ചേർന്ന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യതയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീജ, ഈ 7 സിപിഎം പ്രവർത്തകരാണ് പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സിപിഎം പ്രവർത്തകരായിട്ടുള്ള ശ്രീജിത്ത്, ജീവൻ, PS കിരൺ, അനിൽകുമാർ, ഷെഫീഖ്, S സിദ്ധാർത്ഥ്, നിഷാദ് എന്നിവർ നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി ഏതായാലും പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ തേടിയിരുന്നു. ഇന്ന് പോലീസ് വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രധാനമായിട്ട് ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 56 ദിവസം, അതായത് ഇവർ ഹർജി നൽകിയ സമയത്ത് ഉള്ളത് 56 ദിവസം എന്നുള്ളതാണ്. 56 ദിവസമായിട്ട് ഇവർ റിമാൻഡിൽ കഴിയുകയാണ്. ഈ കേസിന്റെ പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണം തന്നെ ഏറെക്കുറെ പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോഴും ജാമ്യമില്ലാതെ തുടരുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, പോലീസ് അനാവശ്യമായി കേസെടുക്കുകയായിരുന്നു, തങ്ങൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല, ചില തെളിവുകൾ പ്രത്യേകിച്ച് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ സിപിഎം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതിൽ പോലീസിന്റെ കൂടി വിശദീകരണം ലഭിച്ചതിന് ശേഷം, അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും കോടതിയുടെ ഒരു നടപടി ഉണ്ടാവുക. ഏതായാലും 7 പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ കൂടി ഏതായാലും ജാമ്യാപേക്ഷയുമായി വരും ദിവസങ്ങളിൽ കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ പിടിയിലായവരിൽ ആകെ ഒരാൾക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അത് SFI പ്രവർത്തകനായിട്ടുള്ള വിമലിനാണ് നേരത്തെ ജില്ലാ കോടതി തന്നെ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ശ്രീജ. ശരി കിരൺ, എന്തായാലും സിപിഎം പ്രവർത്തകർക്ക് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കും.